നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വിദേശത്ത് കുടുങ്ങിയ പ്രവാസികളെ തിരികെ എത്തിക്കുന്നതിന്റെ ഭാഗമായി നോർക്ക വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത 3,53,468 പേരാണെന്നാണ് കണക്ക്. 201 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ രജിസ്റ്റർ ചെയ്തതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. അതായത് പ്രവാസികളെ ഞങ്ങൾ കേരളീയർ കാത്തിരിക്കുകയാണ്. പക്ഷേ നിശ്ചിതമായ നിയമപാലനത്തിൽ കൂടി മാത്രമേ പ്രവാസികളെ ഇപ്പോൾ ഇന്ത്യയിലേക്ക്, പ്രത്യേകിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ആകുകയുള്ളൂ. കോവിഡ് വ്യാപനത്തെ തുടർന്ന് പ്രവാസികളെ നാട്ടിൽ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളുമായി സർക്കാർ തന്നെ മുന്നോട്ട് വന്നു. മുൻഗണനാ ക്രമം അനുസരിച്ചാണ് പ്രവാസികളെ നാട്ടിലേക്ക് എത്തിക്കുക. അതിനിടയിൽ വിദേശത്ത വീടും സ്ഥിര താമസവുമാക്കിയവർ നാട്ടിലേക്ക് വരാൻ ശ്രമിക്കുകയാണ്. നാട്ടിലെ ബന്ധുക്കളെ സന്ദർശിക്കാമെന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഇത്തരക്കാർ ഇപ്പോൾ ലോക്ക്ഡൌൺ കാലത്ത് ഇങ്ങോട്ട് വരുന്നതെന്നാണ് കരുതുന്നത്. ഈ ഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നതാവും നല്ലതെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. അതുകൊണ്ട് ഒരു കാരണവശാലും ബന്ധുക്കളെ സന്ദർശിക്കാൻ ഇപ്പോൾ വരരുത്, അത് പിന്നീട് ഒരിക്കൽ ആകാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഏറ്റവും കൂടുതൽ പേർ രജിസ്റ്റർ ചെയ്ത UAE നിന്നുമാണ്. 1,53,660 പേർ. സൗദി അറേബ്യയിൽ നിന്ന് 47,268 പേരും രജിസ്റ്റർ ചെയ്തവരിലുണ്ട്. മടങ്ങിപ്പോകുന്നതിനായി രജിസ്റ്റർ ചെയ്തവരിലേറെ ഗൾഫ് നാടുകളിൽ നിന്ന് ഉള്ളവരാണ് താനും. UK-യിൽ നിന്ന് 2,112 പേരും, അമേരിക്കയിൽ നിന്ന് 1,895 പേരും, ഉക്രൈനിൽ നിന്ന് 1,764 പേരും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതര സംസ്ഥാന പ്രവാസികൾക്കായി ഇന്നലെ ആരംഭിച്ച നോർക്ക രജിസ്ട്രേഷൻ സംവിധാനത്തിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തത് 1,00,000-ഓളം പേരാണ്. കർണാടകയിൽ നിന്ന് 30,000 പേരും, തമിഴ്നാട്ടിൽ നിന്ന് 30,000 പേരും, മഹാരാഷ്ട്രയിൽ നിന്ന് 15,000-ഓളം പേരും രജിസ്റ്റർ ചെയ്തവരിലാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ എത്തുകയും ലോക്ക്ഡൌണിനെ തുടർന്ന് അവിടെ കുടുങ്ങിക്കിടക്കുന്നവരുമായിരിക്കും മുൻഗണന ലഭിക്കുകയെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ഗർഭിണികളായ സ്ത്രീകൾ, പഠിക്കുന്ന വിദ്യാർത്ഥികൾ, പ്രായമായവർ, ഇത്തരം ആളുകൾക്ക് മുൻഗണന ലഭിക്കുകയും ചെയ്യും. എന്നാൽ ഇതര സംസ്ഥാനങ്ങളിൽ സ്ഥിരതാമസമാക്കിയവർ നാടുകളിലേക്ക് ബന്ധുക്കളെ കാണാൻ വരുന്നതായി ഈ സന്ദർഭം ഉപയോഗിക്കരുതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. രോഗവ്യാപന ഘട്ടത്തിൽ ഒരുപാട് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ളവർ ഇപ്പോൾ വരേണ്ടതുണ്ടോ എന്ന് സ്വയമേവ ചിന്തിക്കണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. രജിസ്റ്റർ ചെയ്തവരുടെ കൂട്ടത്തിൽ മുൻഗണന അനുസരിച്ച് പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. ഈ പട്ടിക കേന്ദ്ര സർക്കാരിനും അതത് രാജ്യങ്ങളിലെ എംബസികൾക്കും നൽകുവാൻ നിർദ്ദേശിച്ചു കഴിഞ്ഞു. അപ്രകാരം ചെയ്താൽ കൃത്യമായ പ്ലാൻ കേന്ദ്ര സർക്കാരിന് തയ്യാറാക്കാനാകുമെന്നും മുൻഗണനാ പ്രകാരം ആളുകളെ കൊണ്ടുവരുന്നതിനും ഇത് സാധിക്കും. പട്ടിക കേന്ദ്ര സർക്കാരിന് കൈമാറാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രവാസികൾക്കായി സർക്കാർ പ്രഖ്യാപിച്ച 5,000 രൂപ അപേക്ഷയ്ക്കുള്ള അവസാന തീയതി മെയ് 5 വരെ നീട്ടിയതായും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. നോർക്ക റൂട്ട്സിന്റെ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. 2020 ജനുവരി 1-നോ അതിനുശേഷമോ വിദേശ രാജ്യങ്ങളിൽ നിന്ന് മടങ്ങിയെത്തുകയും ലോക്ക്ഡൌൺ കാരണം തൊഴിലിടങ്ങളിലേക്ക് മടങ്ങിപ്പോകാൻ സാധിക്കാത്തവർക്കും ഈ കാലയളവിൽ വിസ കാലാവധി കഴിഞ്ഞവർക്കുമാണ് 5,000 രൂപയുടെ ധനസഹായം ലഭ്യമാക്കുക. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.